അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പരിചയപ്പെടുത്തുന്ന മൗലിദ് ഗ്രന്ഥം നെയ്ലുൽ ബിഷർ ബിതർജുമത്തി ത്വീബുൻ നഷർ ഫി മനാഖിബി ഖൈദിൽ ബഷർ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. എവറി ടെക്സ്റ്റ് ഹാസ് എ കോണ്ടെക്സ്റ്റ് എന്നാണല്ലോ. ഒരു കാരണവുമില്ലാതെ ഒരു രചനയും ഒരു ഇടപെടലുകളും ഉണ്ടാകുന്നില്ല. വിരചിതമാകുന്ന ഏത് ഗ്രന്ഥത്തിനാണെങ്കിലും അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും ഒരർത്ഥത്തിൽ സാമ്പത്തികവുമായ പശ്ചാത്തലത്തിന് കൃത്യമായ സ്വാധീനം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല, മലബാറിൽ നിന്നും വിരചിതമാകുന്നു എന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത. 1929 തിരുരങ്ങാടിയിലെ മിസ്ബാഹുൽ ഹുദ പ്രസ്സിൽ നിന്ന് പറയപ്പെട്ട മൗലിദ് ഗ്രന്ഥം അച്ചടിച്ചിറങ്ങുന്നത്. സമസ്തയുടെ മുഷാവറ അംഗം കൂടിയായിരുന്ന മുടയം പിലാക്കൽ അലി ഹസൻ മുസ്ലിയാരാണ് ഈ മൗലിദ് ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ രചയിതാവ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടെക്സ്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ അറബി ഭാഷയെ കൃത്യമായി പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ പൊതുജനങ്ങൾക്ക് ചൊല്ലുന്ന മൗലിദുകളുടെ അറബി പ്രയോഗങ്ങളെ, അറബി പ്രത്യേകിച്ച് കാവ്യാത്മകമായ അവതരണങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രയാസം പൊതുജനങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് അലി ഹസൻ മുസ്ലിയാർ ഈ ഒരു ഗ്രന്ഥം രചിക്കാൻ ഒരുങ്ങുന്നത്. അതിൻ്റെ ഒരു പരിഹാരമാർഗമായി അദ്ദേഹം കണക്കാക്കിയത്, അല്ലെങ്കിൽ പരിഹാരമെന്നോണം അദ്ദേഹം ചെയ്ത ഒരു സ്ട്രാറ്റജി, ആദ്യം വിഷയം മൗലിദിൻ്റെ പൊതുവായ രൂപത്തിൽ തന്നെയാണ് ഈ മൗലിദും രൂപീകരിക്കുന്നത്. ആദ്യം ഹദീസ്, പിന്നെ അതിൻ്റെ ബൈത്ത്. അലി ഹസൻ മുസ്ലിയാർ ചെയ്യുന്നത് ആദ്യം അറബിയിൽ തനതായ രൂപത്തിൽ ഹദീസ് തയ്യാറാക്കുകയും അതിൻ്റെ ബൈത്ത് രൂപത്തിലുള്ള അവതരണം അതിന് തൊട്ട് ശേഷം കൊണ്ടുവരികയും അതിനും ശേഷം നേരത്തെ അറബിയിൽ അവതരിപ്പിച്ച ഹദീസിൻ്റെ ഭാഗം തന്നെ അറബി മലയാളത്തിൽ തർജ്ജമ ചെയ്തുകൊണ്ടുകൂടെ മൗലിദിൻ്റെ കിതാബിൽ ഈ ഗദ്യം, പദ്യം, അതോടൊപ്പം തന്നെ നേരത്തെ ഉദ്ധരിച്ച ഗദ്യത്തിൻ്റെ തർജ്ജമ എന്ന രൂപത്തിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മൗലിദിൽ വായിക്കാൻ പോകുന്ന, അറബിയിൽ വായിക്കാൻ പോകുന്ന ഹദീസിൻ്റെ അർത്ഥം പൊതുജനങ്ങൾക്ക് അതിന് ശേഷമുള്ള തൊട്ടുശേഷമുള്ള പേജിൽ തന്നെ കൊടുത്തിട്ടുള്ള അറബി മലയാളത്തിലുള്ള തർജ്ജമ കണ്ട് കൂടുതൽ മനസ്സിലാക്കാനും മൗലിദിൽ എന്താണ് പറയുന്നതെന്നും എന്തൊരാശയമാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് അതിലൂടെ സാധിച്ചു എന്നതാണ് ഈ മൗലിദിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. അറബി മനസ്സിലാകാത്തതിൻ്റെ പേരിൽ ചിലരെങ്കിലും അതിൻ്റെ ഗൗരവത്തെ നിരാകരിക്കുകയും അല്ലെങ്കിൽ ഗൗരവത്തെ ഉൾക്കൊള്ളാതിരിക്കുകയും തുടർന്ന് ചൊല്ലുന്ന ആശയത്തിനോട്, പറയുന്ന ആശയത്തിനോട് യോജിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും ഒരർത്ഥത്തിൽ അദബ് ഒക്കെ ജനങ്ങളിൽ നിന്നും പ്രകടമായി കൊണ്ടിരുന്ന ഒരു സമയം കൂടെയായിരുന്നു അതെന്ന് രചയിതാവ് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നീട് മങ്കൂസും ഷറഫുൽ അനാമും ഒക്കെ സജീവമായതുപോലെ നമ്മുടെ നാട്ടിൽ ഈ മൗലിദ് പ്രചാരത്തിൽ വന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. എങ്കിലും മലബാറിൻ്റെ ചില ഏരിയകളിൽ തന്നെ മറ്റു ചില ഭാഗങ്ങളിലും അന്വേഷണങ്ങളുടെ ഭാഗമായി ഇത് ഇപ്പോഴും ചിലരെങ്കിലും ചൊല്ലുന്നു, ഇത് റിസർച്ച് ചെയ്യുന്നു, പിന്നെ ഇതുമായിട്ടുള്ള മറ്റു ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിനെ നമ്മളൊരു ആഗോളാടിസ്ഥാനത്തിലുള്ള മൗലിദുകളുടെ പരമ്പരകളിലേക്ക് ചേർത്തി വെക്കുകയും അതോടൊപ്പം നമ്മുടെ നാടുകളിൽ നിന്നും പിന്നെ ഉരുത്തിരിഞ്ഞുണ്ടായ, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങളെ, കോണ്ടെക്സ്റ്റുകളെ മനസ്സിലാക്കിക്കൊണ്ടുണ്ടായ രചനകൾ എന്ന ഒരു സീരീസിലേക്ക് കൂടെ ചേർത്തി വെച്ച് ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായി നെയ്ലുൽ ബിഷർ മാറേണ്ടതുണ്ട്. കൂടുതൽ മൗലിദുകളുടെ വിശേഷങ്ങൾ വീണ്ടും കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.